ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൈരളിയിലെ ശരത്ത് വിളിച്ചിട്ട് എന്നോട് ഫോട്ടോ ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ സംസ്ഥാന അവാർഡൊക്കെ പ്രഖ്യാപിക്കാൻ പോവാണല്ലോ ടീച്ചറെ, നല്ല കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു അതിൽ കോമ്പറ്റീഷനിൽ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ സർക്കസ് കളിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അക്ഷരമൊന്നും അറിയില്ല അവന്. അപ്പോൾ ടീച്ചർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചാൽ ഞാൻ അവനെ അടുത്ത് വിളിച്ചിട്ട് മറ്റുള്ള കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ട് ഇവനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ശരത്ത് വിളിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി, എന്തെങ്കിലും ഉണ്ടാവുമോ. അപ്പോൾ ആ നിമിഷം ഞാൻ എൻ്റെ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു നന്മയുടെ പ്രതിഫലമാണിത് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എപ്പോഴും ചെയ്യണതാണ്, എങ്കിലും ആ ഒരു നിമിഷത്തിലാണല്ലോ ഈ ഒരു വെളിച്ചം, ഇതിൻ്റെ ഒരു ചെറിയ പ്രതീക്ഷ തന്നത് എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് ടീച്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനിത ടീച്ചർ പറഞ്ഞത് ഭയങ്കര സന്തോഷത്തിലൊന്നും എന്നെ കെട്ടിപ്പിടിക്കുക എല്ലാ സ്റ്റാഫും. പിന്നെ ഫോണിനൊരു ഒഴിവുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് നാടകം കളിക്കാൻ ഇങ്ങോട്ട് വരണം, എങ്ങനെയാണ് ഇവിടെ സമയത്തിന് എത്തുക. സിനിമയിലേക്കോ? സിനിമ ഞാൻ സുദേവൻ പെരിങ്ങോടിൻ്റെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ MG ശശി അവർ സംവിധാനം ചെയ്ത്, പിന്നെ ഫാസിൽ റസാഖിൻ്റെ തന്നെ 2 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിരപ്പിറ, അതിന് കഴിഞ്ഞ പോലത്തെ ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ടീച്ചറെ സെൻട്രൽ ക്യാരക്ടറാക്കിയിട്ടൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത്. സിനിമയിൽ ഏറ്റവും ഉയർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ സിനിമ വിജയിക്കണമെങ്കിൽ ഞാൻ നന്നായി ചെയ്യണം. അപ്പോൾ നല്ല ഉത്തരവാദിത്തമായിരുന്നു, നല്ല റിസ്ക് ആയിരുന്നു. അത് ഞാൻ കേട്ടിട്ടില്ല, എനിക്കതൊന്നും കേൾക്കാൻ പറ്റണില്ല. എന്തൊക്കെയാണ് പ്രതികരണങ്ങളെന്നൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. എളുപ്പമല്ല, ഭയങ്കര വെച്ചാൽ ഇപ്പം അങ്ങനെ ചിരിച്ച് നിൽക്കുന്ന അടുത്തത് പെട്ടെന്ന് മാറും. അങ്ങനെ ഉള്ളൊരു വല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അയ്യോ, ഞാൻ ഉർവശി ചേച്ചീനെ ചെറുപ്പം മുതലേ അവരുടെ നിഷ്കളങ്കമായ അഭിനയത്തിൽ വീണുപോയ ഒരാളെ കൗതുകത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനം ഉള്ളൊഴുക്ക് ഞാൻ കാണാൻ പോയി. ഇവരുടെ പെർഫോമൻസ് ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കാണാൻ. ഒരുപാട് ഇഷ്ടമായിരിക്കും ചേച്ചിയുടെ. അപ്പോഴും ഞാൻ പലരും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലാവട്ടോ കോമ്പറ്റീഷൻ. അപ്പോഴും ഞാൻ ചേച്ചിക്ക് തന്നെ ആയിരിക്കും, കാരണം ചേച്ചിയുടെ അടുത്തേക്കൊന്നും എത്താൻ ഞാനില്ലല്ലോ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തി എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടത് എനിക്ക്. അല്ല, അങ്ങനെ ആളുകൾ പറയും. എനിക്കങ്ങനെ ചെയ്തപ്പോൾ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ആളുകൾ പറയുമ്പോൾ നമുക്കൊരു ചെറിയ പ്രതീക്ഷയുടെ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ ഞാനപ്പോൾ വേണ്ട കേട്ടോ, വേണ്ട, അതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നിങ്ങനെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വിഷമമാവാൻ പാടില്ലല്ലോ. പിന്നെ അപ്പോൾ ഇനി എന്തായാലും അവാർഡുകളൊന്നും കിട്ടിയില്ലെങ്കിലും ആ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ എന്താ സങ്കടം വരിക വെച്ചാൽ അതിന് മറുമരുന്നായിട്ട് ഞാൻ എൻ്റെ നാടകമുണ്ട് എനിക്ക് ചേർത്ത് പിടിക്കാൻ, നാടകം കളിച്ച് നടക്കും ഞാൻ എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ആളുകളുണ്ട് എന്നെ വലുതാക്കി. എൻ്റെ പാണി മാഷ, ഈ സ്കൂളിലെ മാഷായിരുന്നു. എൻ്റെ അച്ഛൻ, അമ്മ, സൗദാമിനി ടീച്ചറിൻ്റെ, പിന്നെ കുറേ പേര് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഗംഗസാറ്, ഗീത ടീച്ചർ, ഇവിടെ നാരായണേട്ടൻ, ശ്രീജ, എൻ്റെ വീട്ടുകാരെല്ലാവരും, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ്. എൻ്റെ കുട്ടികൾ, എൻ്റെ ശിഷ്യഗണങ്ങൾ കുറേ ഉണ്ട്. അവർ സ്കൂൾ മൊത്തം ആഘോഷിക്കുകയായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ചിട്ടും ഇത് കേട്ടിട്ട്. അല്ല, എനിക്ക് കാരണം നാടകം ചെയ്യുമ്പോൾ എനിക്ക് അതിലേക്ക് ഇങ്ങനെ ക്യാരക്ടർ ആവാൻ വേണ്ടി ഞാനിങ്ങനെ ശ്രമിക്കും. എനിക്ക് ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അവിടേക്ക് എത്തിയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ഭയങ്കരമായിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളിതൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് ചെയ്യാനൊക്കെ ആകെ ഡിസ്ട്രാക്റ്റഡ് ആവുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ചെയ്ത് തീർത്തു. നാടകം ചെയ്യണം. പിന്നെ ഡയറക്ടേഴ്സൊക്കെ എന്നെ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യും.